നമസ്കാരം. ഇന്ന് നാമജപത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാം. ഏത് നാമം ജപിക്കണം എന്നൊരു ചോദ്യം വരും. ദൈവനാമം. യജ്ഞാനം ജപയജ്ഞമാണ്. ജപിക്കണം, ജപയജ്ഞം. അപ്പോൾ എന്തിനെ ജപിക്കണം? അവിടെ ഏത് ദേവതയെ ജപിക്കണം? ഏതാണ് ദേവൻ? ആരാണ് ദേവൻ? ആരാണ് ഈശ്വരൻ എന്ന ചോദ്യം വരും. നമ്മുടെ സനാതന ധർമ്മം അനുസരിച്ച് ഈ സനാതനം എന്ന വാക്ക് കുറേ ചർച്ച ചെയ്യുന്നുണ്ട്, കുറേ കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ് സനാതനം? സനാതനം എന്ന വാക്ക് ആദിയിലുണ്ടായ ധർമ്മമാണ് സനാതന ധർമ്മം. അനാഥനം, അനാഥ, അനാദി, അനാഥനം. അപ്പം അനാദിയാണ് നമ്മുടെ ധർമ്മം. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഹിന്ദു എന്ന വാക്കിന് കുറേ അർത്ഥമുണ്ട്. ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കേണ്ട. നമ്മളെല്ലാം സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഭാരതീയരാണ്. ഭാരതം എന്ന് വെച്ചാൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ മുതൽ നേപ്പാൾ വരെ ബംഗ്ലാദേശ് ഒക്കെ കൂടിയൊരു സ്ഥലമായിരുന്നു പണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഖാണ്ഡഹാർ എന്ന് വെച്ചാൽ ഗാന്ധാര ദേശമാണ് നമ്മുടെ. അപ്പോൾ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. എന്താണ് ഈ സനാതന ധർമ്മം? അവിടെ ഏതാണ് ദേവത? ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഋഗ്വേദത്തിലേക്ക് പോകണം. നമുക്ക് ജ്ഞാനമെല്ലാം കിട്ടിയത് വേദത്തിൽ നിന്നാണ്. ഇന്ന് അവൈലബിളായ എല്ലാ ആത്മീയമായ ജ്ഞാനങ്ങളും ആത്മീയമല്ല മറ്റുള്ള ജ്ഞാനങ്ങളെല്ലാം വേദങ്ങളിൽ നിന്നാണുള്ളത്. 4 വേദങ്ങളാണ്: ഋഗ്, യജുസ്, സാമം, അഥർവം. അതിൽ ആദ്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ നിന്നാണ് ആദ്യത്തെ ജ്ഞാനം ഉണ്ടായത്. ഋഗ്വേദത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം പറയുന്നത് അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃദ്ധികം ഹോതാരം രത്നധാതമം. അഗ്നിം ഈളേ, അഗ്നിയെ സ്തുതിക്കുന്നു. ഈളെ എന്നുള്ളത് ഈടേ എന്നാണ് ശരിക്കുള്ള സംസ്കൃത വാക്ക്. അത് ഈ വൈദികമായ സാഹിത്യത്തിൽ വൈദികമായ പ്രൊനൗൺസിയേഷനിൽ ഈളെ എന്ന ഇതാണ്. അവിടെ അഗ്നിയെ സ്തുതിച്ചാലും. അപ്പോൾ എന്താണ് അഗ്നി? നമ്മൾ വിചാരിക്കും തീയ്. അല്ല, അഗ്നി എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. വൈശ്വാനരൻ എന്നർത്ഥമുണ്ട്. പ്രഭാവിഭവസ്തു. ഈ പ്രകൃതിയിലെ വിഭവങ്ങളുടെ എല്ലാം വിഭവം, അതായത് പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലുള്ള ആ പ്രഭ, ആ ഒരു തേജസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൈമോഡിയൽ എനർജി. വൈശ്വാനരൻ, വിശ്വത്തിൻ്റെ നരൻ. അപ്പോൾ അഗ്നി എന്നത് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ ഊർജത്തെയാണ് അഗ്നി എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ഋഷീശ്വരന്മാർ കടഞ്ഞ് ഒരു ദീപത്തിലേക്ക് ആക്കി. ആദ്യത്തെ ടെക്നോളജിയാണ്. ആ ദീപമാണ് അനസ്യൂരം കൊണ്ട് നടന്ന് ഇന്നും അവൈലബിൾ ആയിട്ടുള്ള ഈ ദീപമായിട്ട് അഗ്നിയായിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ സനാതന ധർമ്മപ്രകാരം നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതി സംരക്ഷിക്കണം. പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രകൃതിയാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത്, നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മളെ നശിപ്പിക്കുന്നത്. അപ്പോൾ പ്രകൃതി സംരക്ഷണമാണ് വേദങ്ങൾ നമ്മളോട് ആദ്യമായിട്ട് ഉപദേശിക്കണം. ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ഈ പ്രകൃതിയിലാണ് ജീവിക്കേണ്ടതും ജീവിക്കാൻ പോകുന്നത്. പ്രകൃതി, ഈ പ്രകൃതിയിൽ ഒരംശമാണ് നമ്മൾ. അപ്പോൾ നമ്മളെ എല്ലാ ശരീരങ്ങളിലും നമ്മൾ ഒരു മനുഷ്യകുലം, ജീവനല്ല, എല്ലാം ഈ പ്രകൃതിയുടെ ഒരു അംശമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഈ പ്രൈമോഡിയൽ എനർജി അല്ലെങ്കിൽ ഈ ഊർജത്തെയാണ് നമ്മൾ പരമാത്മാവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അംശമായ ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്നു. അതിനെയാണ് അദ്വൈതം. നദ്വൈതം, രണ്ടല്ല ഒന്നാണ്. അതായത് നമ്മൾ ഈ പ്രകൃതിയിലെ ഒരു അംശമാണ് എന്ന മഹാനായ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ മഹനീയമായ തത്വമാണ് അദ്വൈത വേദാന്തം. ഈ അദ്വൈത വേദാന്തം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പ്രകൃതിയാണ് നമ്മളുടെ ദൈവം. ആ പ്രകൃതിയെ സംരക്ഷിക്കലാണ് നമ്മുടെ യജ്ഞം അല്ലെങ്കിൽ ഉപാസന എന്ന് പറയും. അതാണ് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി എങ്ങനെ പലവിധ ദേവതകൾ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് അടുത്തൊരു അവസരത്തിൽ പറയാം. എല്ലാവർക്കും ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ധന്വന്തരിയേ നമഃ.